വീണ തൈക്കണ്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള SFIയുടെ നീക്കം പുരോഗമിക്കുകയാണ് എന്ന് വാർത്തകൾ പുറത്തു വരുന്നു. വീണയെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും SFIക്ക് സാധിക്കുമോ? അതിന് പിണറായി വിജയൻ അനുവദിക്കുന്നു. പിണറായി വിജയൻ ആരാ? പിന്നെ SFIO കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന പിന്നെന്താ? കുറ്റം ചെയ്തിട്ടുണ്ട്, ഫ്രോഡ് നടന്നിട്ടുണ്ട്. ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ SFIO അതിൻ്റെ പാട്ടിന് പോകും. പിണറായി വിജയനെയോ അല്ലെങ്കിൽ തൈക്കണ്ടിയോ ഒന്നും അവരുടെ ലക്ഷ്യങ്ങളോ ടാർഗറ്റുകളോ അല്ല. പറയുന്ന പോലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപാടും അവർക്കില്ല. പക്ഷേ അവരുടെ ഡ്യൂട്ടി അവർക്ക് കൃത്യമായിട്ട് നിർവഹിച്ചല്ലേ പറ്റും. അത് ചെയ്തേ പറ്റും. ഈ ടാക്സിൽ വെട്ടിപ്പ് നടന്നു ആദ്യം, അതുകൊണ്ടാണ് ഈ ശ്രദ്ധയിൽ വന്നത്. ഇൻകം ടാക്സ് ഇടപെടേണ്ടി വന്നത്, IT വന്നു, അത് ക്ലിയറാക്കി. അത് ക്ലിയറായിരിക്കും. അത് എന്ന് പറഞ്ഞാൽ ടാക്സിൻ്റെ വെട്ടിപ്പാണ് ഇല്ലാതാക്കിയത്. അതുകൊണ്ട് ഫ്രോഡ് ഇല്ലാതായോ? ഇല്ല. ഇങ്ങനെയാണ് ഈ പരാമർശിച്ചുകാരെ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സ്റ്റഡി ക്ലാസ്സൊക്കെ എടുക്കുന്നത് ക്യാപ്സൂളുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അത് എന്തൊരു വിഡ്ഢിത്തമായി പറഞ്ഞത്. ഇവിടെ കമ്പനി ആക്ട് ഇല്ലേ? അതെ. കമ്പനി രജിസ്ട്രാർ ഇല്ലേ? അതെ. അപ്പോൾ കമ്പനി തത്വം അനുസരിച്ചല്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നല്ലോ ഗവർണർക്ക് ഭരണഘടന അനുസരിച്ചല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന്. ഇപ്പോൾ സുപ്രീം കോടതി അത് ശരിയെന്നും പറഞ്ഞല്ലോ. എന്താ പറയുന്നത്, വീറ്റോ അധികാരം ഗവർണർക്കില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകള് ഫ്രോഡ് കേസിൽപ്പെട്ടാൽ SFIO വെറുതെ ഇരുന്നു കൊള്ളണം എന്ന് യാതൊരു നിയമവും ഇടപെട്ട് ഇന്ത്യയിൽ മുഴുവനുള്ള ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരുടെ കാര്യത്തിൽ വലിയ ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഒന്നല്ല, 2 കേസുകളാണ്. 2 കേസുകളാണ് ഇത്. അപ്പോൾ ചോദിക്കുന്നുണ്ട് പലരും, എന്തുകൊണ്ട് നേരത്തെ ഉള്ള ഒരു അഴിമതി കേസുണ്ടല്ലോ, അതെ, ലാവ്ലിൻ അഴിമതി കേസ് 52 തവണകളായി മാറ്റിവെച്ച്, എന്തുകൊണ്ട്? അത് ഈ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആവിർഭവിച്ച കേസേ അല്ല. അതിനു മുമ്പ് വന്ന് കുറ്റപത്രം അത് തയ്യാറാക്കിയതിലും ഒക്കെ ഒരുപാട് കുഴപ്പങ്ങൾ നടന്നിരിക്കാം എന്ന് മാത്രമല്ല, കോടതി തന്നെ പറയുന്നുണ്ടല്ലോ, രാഷ്ട്രപതിക്ക് ഇപ്പോൾ അവർ ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബില്ല് ഒപ്പിട്ട് കൊടുക്കേണ്ട സമയപരിധി ഇന്നതാണെന്ന്. അത് അവർക്ക് അതിന് അധികാരം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാനൊരു നിയമജ്ഞനല്ല. പക്ഷേ 3 മാസമാണെന്നിപ്പോൾ കോടതി അങ്ങ് വിധി. കോടതിയുടെ ഭരണഘടനാ ബെഞ്ചും അല്ല, അതിൻ്റെ ഒരു സിംഗിൾ ബെഞ്ച് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നത് 3 മാസത്തിനകം രാഷ്ട്രപതി ഒപ്പിട്ട് കൊടുത്തുകൊള്ളണം. അങ്ങനെ ഒരു അന്ത്യശാസനം പുറപ്പെടുവിക്കാനുള്ള അധികാരം നമ്മുടെ കോടതിക്കുണ്ടോ എന്നുള്ളത് എനിക്ക് പുതിയ അറിയാം. അപ്പം അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫ്രോഡ് കാണിച്ചു കഴിഞ്ഞ് ടാക്സും തീർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നിയമം അനുസരിച്ച് വേണ്ടേ പ്രവർത്തിക്കാൻ. പുതുതായിട്ടൊരു നിയമവും കോടതി ശാസനം നടത്തേണ്ട ആവശ്യമില്ല. നേരത്തെയുള്ള നിയമം അനുസരിച്ച് തന്നെ നിങ്ങളൊരു കമ്പനിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് അക്കൗണ്ട് ഉണ്ടാവണം. കണക്കില്ലാതെ ആർക്കെങ്കിലും കമ്പനി തുടങ്ങാൻ പറ്റുമോ? ഇല്ല. ഈ കണല ഇത് പറഞ്ഞു, ഇതൊരു പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഈ കണക്ക് ഓഡിറ്റ് ചെയ്യേണ്ടതാണോ? ആണ്. ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഈ പണം ഉപയോഗിച്ച് എന്തു സേവനം ഈ കമ്പനിക്ക് കിട്ടി എന്നുള്ളതും കൂടാണ്. അതിനാണ് നമ്മൾ ശരിക്കും ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് CAG പലവട്ടം കേരള ഗവൺമെൻറ്റിനെ ശാസിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും പണം മുടക്കി അതിൻ്റെ ഗുണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഗുണം കൂടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഇത്രയും പണം മുടക്കി എന്ന് പറഞ്ഞ് ബില്ല് വെച്ചിട്ട് കാര്യമില്ല. ഇത്രയും പണമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണമാണ്. ആ നികുതി പണം വെച്ച് എന്തു കാര്യസാധ്യമാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ എന്നുള്ളത് കൂടെ പറയണം. അതിനാണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ട് അല്ലാതെ അക്കൗണ്ടബിലിറ്റി അതുണ്ടാവണം. അത് പരിശോധിച്ചപ്പോൾ ഇതിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇത്രയും കോടി രൂപ മുടക്കിയിരിക്കുന്നു, യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇത് വീണയോട് പറയുന്നു, അവർക്കറിയില്ല, കൈമലർത്തുന്നു. ആ കമ്പനിയോട് CMRL ഇതുവരെ പൊതുജനസമക്ഷം പറഞ്ഞിട്ടില്ല. CPMൻ്റെ കൊടി കെട്ടിയ സെക്രട്ടേറിയറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ദുരൂഹമായിട്ട് കിടക്കുന്നു. ആ ദുരൂഹത മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ദുരൂഹത നിലനിൽക്കുമ്പോൾ തന്നെ SFIക്ക് വീണയെ അറസ്റ്റ് ചെയ്യാൻ കിട്ടില്ല. വീണ മുങ്ങാൻ സാധ്യതയുണ്ട്. കാരണം അച്ഛൻ മുഖ്യമന്ത്രിയാണ്, ഭർത്താവ് അതിലേറെ ശക്തനായ പൊതുമരാമത്ത് മന്ത്രിയാണ്, മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന പൊതുമരാമത്ത് മന്ത്രിയാണ്. ഈ സാഹചര്യത്തിൽ വീണയെ അറസ്റ്റ് ചെയ്യാൻ SFIക്ക് കിട്ടുമോ? അതോ വീണ ഇവിടുന്ന് തടി ഊരുമോ? നല്ല ചോദ്യം. ഈ മുഖ്യമന്ത്രിമാർക്കെല്ലാം ഒരേ അധികാരമേ ഉള്ളൂ ഇന്ത്യയിൽ എന്നാണ്. സ്റ്റാലിൻ ആയാലും ശരി, പിണറായി വിജയനായാലും, അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനായാലും, ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്കായാലും ശരി, ഹെമന്ത് സോറൻ അല്ലേ, അദ്ദേഹത്തിനായാലും ശരി, എല്ലാം ഒരേ അധികാരമേ ഉള്ളൂ. ഹെമന്ത് സോറൻ ജയിലിൽ കിടന്നിട്ടുണ്ട്.
അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, സ്റ്റാലിൻ ജയിലിൽ കിടന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ 2 പേര് ജയിലിൽ അഴിമതി കിടന്നു കേസിൽ പെട്ട് ജയിലിൽ. ഇപ്പോൾ നെഹ്റു എന്ന് പറയുന്ന മന്ത്രിക്കെതിരെ ഇപ്പോൾ വലിയ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അറസ്റ്റ് എന്ന് പറയുന്നില്ല, വീണ ജയൻ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ മകളാവാനുള്ള പ്രായമുള്ള ആ കുട്ടി ജയിലിൽ പോയി കിടക്കുന്നത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ജയിലിൽ പോകാതിരിക്കട്ടെ, ചോദ്യം ചെയ്യൽ പക്ഷേ നടക്കും. അല്ല, 2 തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ആ ചോദ്യം ചെയ്യൽ അതിനല്ല, ആ ചോദ്യം ചെയ്യൽ നടന്നത് വീണ തൈക്കണ്ടി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോയിട്ട് ഒരുപക്ഷെ ആ കുട്ടി ഒന്നും അറിയാത്ത കേസായിരിക്കും ഇത്. വേറെ പണം ഉണ്ടാക്കാൻ വേണ്ടി അതിനെ ഒരു കരുവായിട്ട് ഒരു ഇരയായിരിക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ തൽക്കാലം. ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ആ കുട്ടി ഒരു തരത്തിലും രാഷ്ട്രീയത്തിലുള്ള ആളുമല്ല, അതിൻ്റെ സ്വഭാവം എനിക്ക് അറിയത്തുമില്ല. എനിക്കറിയാൻ വയ്യാത്ത ഒരാളിനെ പറ്റി ഇങ്ങനെ വിശ്വസിക്കാൻ അതൊരു ഇന്നസെൻ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആയിക്കോട്ടെ, ആ കുട്ടി പോയിട്ട് അവിടെ ബാംഗ്ലൂരിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇത് ചെറിയൊരു തുക മാത്രമേ ഉള്ളൂ. ആ പാവപ്പെട്ട അതിൽ തന്നെ അതിൻ്റെ ഇന്നസെൻസ് അറിയാം, ചെറിയൊരു തുകയേ ഉള്ളൂ. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫ്രോഡല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഈ ചെറിയ തുകയ്ക്ക് എന്തിനാ അന്വേഷണം? അതിനെ സംബന്ധിച്ച് ആ കേസിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യൽ വന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു പഴുതുകൊണ്ട് ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അബദ്ധം പറ്റിയത് ആണെന്ന് പറഞ്ഞാൽ പോലും അവർ വെറുതെ വിട്ടേരും. ഇതങ്ങനല്ല, സുബദ്ധം തന്നെയാണ്, വളരെ പ്ലാൻഡ് ആയിട്ടുള്ളതാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ പഴ്സ്യൂ ചെയ്തത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ തന്നെ പോലീസ് CBI ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഒരു ദുരൂഹമായിട്ടുള്ളൊരു കേസിൽ ബലാത്സംഗം ചെയ്തപ്പെട്ടൊരു കുട്ടി ദിവസങ്ങളായിട്ട് നരകിച്ചു മരിച്ചു. CBI അതിൻ്റെ സത്യം കണ്ടെത്തി. CBI ഉദ്യോഗസ്ഥൻ വളരെ ക്രൂരമായിട്ടുള്ളൊരു സത്യമാണ് കണ്ടെത്തിയ സത്യം. പരോക്ഷ സത്യമല്ലേ, അത് പ്രാതിഭാസിക സത്യം മാത്രമാണത്. അത് അന്തിമ സത്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കണ്ടെത്തിയ സത്യം ഇതായിരുന്നു, അച്ഛനാണ് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തത്. നമ്മളെയൊക്കെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സത്യമാണ്. എന്ത് ചെയ്തു? അതിന് 2 ഓപ്ഷനുണ്ട്. ഇത് കൊണ്ട് സമർപ്പിച്ച് അതിലേക്ക് അദ്ദേഹത്തിന് ആ CBI ഉദ്യോഗസ്ഥന് ഒരു ഹീറോ ആവാം. പക്ഷേ ആ CBI ഉദ്യോഗസ്ഥൻ്റെ അച്ഛൻ പ്രവർത്തിച്ചു. കാരണം നരാധമനായിട്ടുള്ള ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം കുളം തോണ്ടും, നാറാണക്കല്ല് വെക്കും. അങ്ങനെയുള്ള കുടുംബമാകുമ്പോൾ സമൂഹത്തിൽ അവർ പൂജനീയരല്ലാവുന്നത് പൂജ്യരായിത്തീരും. പൂജനീയരാവേണ്ട ആൾക്കാർ പൂജ്യരായിത്തീരും. നശിച്ച് നാറാണക്കല്ല്. എന്തായാലും അയാളും മരിച്ചുപോയി, ഈ മഹാഭാവം ചെയ്ത ആളും മരിച്ചുപോയി. അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം തന്നെ സ്വയം തീരുമാനിച്ചു. എന്ന് പറയുന്ന പോലെ ഈ SFIO അവിടെ മനുഷ്യരാണ്, അവർക്കും മക്കളുണ്ട്. അവരും ഒരു പക്ഷേ ഇതൊരു ഫ്രോഡില്ലാത്ത കേസായിരുന്നുവെങ്കിൽ, ആർക്കോ പറ്റിയ ഒരു അബദ്ധമായിരുന്നെങ്കിൽ അവർ പിഴയടച്ച് കഴിഞ്ഞല്ലോ, അടച്ചു കഴിഞ്ഞു. ഇത് കേസ് പഴ്സ്യൂ ചെയ്യുക, അങ്ങനെ എത്രയോ കേസുകൾ പഴ്സ്യൂ ചെയ്യാതിരിക്കുന്നുണ്ട്. ഇതങ്ങനെയല്ല, ഇത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല സാർ, ഇപ്പോൾ ഇതാ ഈ SFIOയുടെ പുറകെ EDയും വരുന്നു. മാത്രമല്ല അബുദാബി കൊമേഴ്സ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് വിവിധ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുന്നു. ക്രമക്കേടുകൾ നടന്നു എന്ന് പറയുന്നു, അനധികൃതമായി പണം വന്നു എന്ന് പറയുന്നു. ഇതൊക്കെ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുകയാണ്. എന്നാൽ ഈ വാർത്തകളെ നിഷേധിച്ചുകൊണ്ടല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് കോടതിയിൽ കൃത്യമായിട്ട് നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കണം. പക്ഷേ ഈ 2 തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് SFIO വീണ്ടും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പുറകെ ED വരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ വിദേശ ബന്ധവും കൂടി ഇരിക്കുന്നത് കൊണ്ടാണ്, വിദേശ ബന്ധം, ഈ വീണയുടെ സഹോദരൻ വിദേശത്താണ്, അതുകൊണ്ടാണ് ജനങ്ങൾക്കൊരു സംശയം വരുന്നത്, വീണ മുങ്ങുമോ എന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിലെ പത്രപ്രവർത്തകരും എല്ലാം വിചാരിച്ചിരിക്കും SFIOയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കീറാമുട്ടി, വലിയ എന്തൊരു സംഭവം ഒന്നുമില്ല. യാദൃശ്ചികമായിട്ട് അവരിങ്ങനൊരു സംഭവം കണ്ടെത്തി. പക്ഷേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടപടി എടുക്കാതിരിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. അപ്പോൾ ആ അനാസ്ഥ വരാതിരിക്കാൻ വേണ്ടി അവർ ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കുന്നേ ഉള്ളൂ. ഈ കേരളം മാത്രമാണ് ഇതിനെ വലിയൊരു രാഷ്ട്രീയം. പിണറായി വിജയൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നുണ്ട്. പിണറായി വിജയനൊന്നും അവർക്കൊരു വലിയ വിഷയമൊന്നുമല്ല, കേരളത്തിലാണ് വിഷയമാണുള്ളൂ. അതെ, ഈ CPM എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പാർട്ടിയൊന്നും കനലൊരു തരി ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് അവർക്കറിയാം. മുഖ്യമന്ത്രിയുടെ മകൾ, ആ മുഖ്യമന്ത്രിയെ ഒതുക്കേണ്ട ഒരു കാര്യം അവർക്കില്ല. കാരണം ഒരു ഭീഷണിയല്ല. BJP നേതൃത്വത്തിന് CPM എന്ന് പറയുന്നത് ഒരു ഭീഷണി അല്ലാതായി കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ നമ്മൾ എത്രയോ വെള്ളം പാലത്തിനടിയിലൂടെ ഒലിച്ചുപോയി. അപ്പോൾ അങ്ങനൊരു ഭീഷണി അവരൊക്കെ ഒരിക്കലും ഉയർത്താൻ ഇനി കഴിയില്ല. MAB സെക്രട്ടറി ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങ് ഉലുത്തിക്കളയും, അന്നൊന്നും ഇല്ല.
അത് വാസ്തവത്തിൽ അങ്ങനെ ചിന്തിക്കുന്നതാണ് വലിയ അബദ്ധം എന്ന് പറയുന്നത്. എങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി, ചിദംബരം ഇവരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടു അവരെ. അത് അവരുടെ അതെ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഇങ്ങനെ ആരോപിക്കുക. അതിനകത്ത് ഒരു മര്യാദ. നാഷണൽ ഹെറാൾഡ് കേസിൽ വലിയ ആരോപണ വിധേയനായിട്ട് വിചാരണ നേരിടാൻ തയ്യാറായി. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മര്യാദയുണ്ട്. ഇങ്ങേയറ്റം കിടക്കുന്ന ഏതാണ്ട് 2 MP-മാരെ DMK-യുടെ സഹായത്തോടു കൂടി കിട്ടിയ ഒരു പാർട്ടി ഈ എല്ലാ പാർട്ടികളും കൂടി ഒരുമിച്ച് നിന്നിട്ട് അവരെ എല്ലാം പൊട്ടിച്ചുകൊണ്ട് അവരെല്ലാം കൂടെ നേടിയ സീറ്റുകളേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി പാർലമെൻറ്റിൽ ജയിച്ച ഒരു പാർട്ടിക്ക് ഇതെന്തോന്ന് ഭീഷണിയാണ് ഉയർത്തുന്നത്? ചുമ്മാ ഇനി അടുത്തൊരു പ്രാവശ്യം അവർ അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരു സംസ്ഥാനത്ത് അങ്ങനെ വേട്ടയാടാനൊന്നും പോകുന്നില്ല. അത്ര വലിയ ശക്തിയല്ല. നോക്കൂ, ഇപ്പം തൃണമൂലാണെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടെന്ന് പറയാം. അവർ കയറി വരാൻ ആഗ്രഹിക്കുന്നൊരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു സാധ്യതയില്ലാത്ത പിണറായി വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്നതാണ് BJPക്ക് നല്ലത്. കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കണമെങ്കിൽ പിണറായി വേണം. അതിൻ്റെ ഒരു ടാർഗറ്റായിട്ട് പോയി അതാണ് അവരുടെ രാഷ്ട്രീയം. അവരുടെ രാഷ്ട്രീയം അനുസരിച്ച് അതാണ് വരേണ്ടത്. അതിന് പിണറായി ഞങ്ങളെ ടാർഗറ്റ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാം ഞങ്ങളെ ഈ സംശയരോഗിയുടെ ചില മനോനിലകളുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രശാന്തെ ശ്രദ്ധിക്കേണ്ടത്, മുഖ്യമന്ത്രി പറയും ഞാനിത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് പറയുമ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ശ്രദ്ധിച്ചു. പാർട്ടി കോൺഗ്രസ്സിലിരിക്കുമ്പോൾ പല നല്ല ഗുണങ്ങളുള്ള മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹത്തിനോട് എനിക്ക് ഏകപക്ഷീയമായ ശത്രുതയൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയുക. അവിടെ അദ്ദേഹം അടി തെറ്റി. നമുക്ക് ശരീരഭാഷ കാണുമ്പോൾ അറിയാം. അദ്ദേഹത്തിൻ്റെ ഞാൻ അടുത്തിരുന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളപ്പോൾ അപ്പോഴുള്ള ശരീരഭാഷയും ഇപ്പോൾ മധുര പാർട്ടിയുടെ കോൺഗ്രസ്സിൽ അദ്ദേഹം ഈ SFIയുടെ ഈ തീരുമാനം വന്നതിന് രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമുള്ള ശരീരഭാഷയും വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം അപ്പോൾ ചഞ്ചലചിത്തനാവുന്നത് നമ്മളത് വായിച്ചെടുക്കുമ്പോൾ പരിഹാസ്യമായിരിക്കും. പക്ഷേ ഉറച്ച മനസ്സോടെ ഇരിക്കുന്ന VS-ൻ്റെയൊക്കെ ഇരിപ്പ് കണ്ടാൽ ലിപ്സ് കണ്ടാൽ അറിയാം ഉറച്ച തീരുമാനമെന്ന്. ആ ഉറച്ച തീരുമാനത്തിൻ്റെ സ്ഥാനത്ത് പതർച്ച ഉള്ള മനസ്സോടുകൂടിയ ഒരു മുഖ്യമന്ത്രി ആണ് ഇവിടെ കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് റിയാസിനും അടി തെറ്റിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ധീരവേണ്ടി ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമെന്നാണ് ആദ്യത്തെ കുറ്റപത്ര സമർപ്പിച്ചതിൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പത്രക്കാരുടെ മുമ്പിൽ ഒരു വളിച്ച ചിരി എന്ന ചമ്മിയ ചിരി അത് മാത്രം ചിരിച്ചുകൊണ്ടാണ്. ഞാൻ അദ്ദേഹം നല്ല മനുഷ്യനാണ്. വ്യക്തിപരമായിട്ട് അദ്ദേഹം അങ്ങനെ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ തരത്തിലൊരു കേസിൽ ചെന്ന് പെട്ടാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ച് ഉപ്പ് തിന്നിട്ടില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളവും നിങ്ങൾ കുടിക്കേണ്ടി വരികയുമില്ല. പിന്നെ എന്തിനാ ഈ ആക്രാന്തം, എന്തിനാ ഈ അന്താളിപ്പ്? പാർട്ടിക്കാരെല്ലാം കൂടെ കയറി വെള്ളം കുടിക്കേണ്ടത്. പാർട്ടിക്കാരെല്ലാം കൂടെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് അങ്ങ് നേരിട്ടാലും SFIO ഇതിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇതിനേക്കാൾ എത്ര ശക്തമായിട്ടുള്ള പ്രതിരോധമാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ തീർത്തത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനകൾ വരെ മോദിക്കെതിരെ നടത്തിക്കൊണ്ടുള്ള സമര രീതികളാണ് അവരെന്ന് ആകർഷിച്ചത്. എന്നിട്ട് അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായോ? പിടിച്ചു തിഹാർ ജയിലിലേക്ക് തള്ളി. കള്ളത്തരത്തിൽ കൂടെ അദ്ദേഹം ഡയബറ്റീസ് ഉണ്ട്, പ്രമേഹമുണ്ട് എന്ന് വരാൻ വേണ്ടി മാമ്പഴം വാങ്ങിച്ച് കടിച്ചുകൊണ്ടിരുന്ന ആ പരിപാടി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പേടിക്കുന്ന സർക്കാരുമല്ല. അങ്ങനെ ആ സർക്കാരിൻ്റെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, വീണയ്ക്ക് എന്താണ് സംഭവാമി യുഗേ യുഗേ.